നമുക്കിന്ന് പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ? അത് നമ്മുടെ കേരള സ്റ്റൈലില്. ആദ്യം തന്നെ പഴുത്ത തക്കാളി നോക്കിയാണ് മിക്സിയിൽ അരച്ച് വെക്കുക. പിന്നെ നമ്മുടെ പനീർ എടുക്കുക, അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇതൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 5-10 മിനിറ്റ് അതിൽ കൂടുതൽ വെക്കേണ്ട. പിന്നെ നമ്മൾ പാൻ എടുക്കുക, അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഇച്ചിരി ബട്ടർ ഇട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് ഇങ്ങോട്ട് കിടക്കാം. അതിനായിട്ട് എണ്ണ ഒഴിച്ച് കുറച്ച് ജീരകം കൂടെ ഇടാം. ജീരകം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ പൊടികളായ എല്ലാം പൊടികളും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പൊടികളുടെ ഒക്കെ ആ പച്ചമണൊക്കെ മാറി കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയുടെ പൾപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഞങ്ങൾ വേവിച്ചെടുക്കണേ. ബദാം ഉള്ളത് കൊണ്ട് അതും കൂടി ഞാൻ എടുത്ത് അരച്ച് ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ മെയിൻ ആളെ പനീറിന് അങ്ങോട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അരച്ചു വെച്ച പാല് ചേർക്കാം. ഇച്ചിരി മധുരവും പുളിയും കിട്ടാനായിട്ട് ടൊമാറ്റോ കെച്ചപ്പാട്ടോ ഞാൻ ചേർത്ത്. അപ്പോൾ തന്നെ നമ്മുടെ കറിയുടെ കളറൊക്കെ മാറിയുണ്ടോ. എന്തായാലും ബട്ടർ വെച്ചുള്ള കറിയിൽ ഇച്ചിരി ബട്ടർ ഇവിടെ ഇടാന്ന് വരും. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബട്ടർ ഏകദേശം ആ നടുക്ക് തന്നെ അങ്ങോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയത്തെ പണി എന്ന് പറയുന്നത് ടേസ്റ്റ് ആക്കലാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നും അല്ലല്ലോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഓക്കെ, ബൈ.